ഇവിടെ രണ്ട് സ്ഫിയേഴ്സ് ഉണ്ട് അല്ലേ? നോക്ക്, ഫസ്റ്റ് സ്ഫിയർ ആണ് S1, സെക്കൻഡ് സ്ഫിയർ ആണ് S2. നോക്ക്, ഇതിൽ ചോദിച്ചു വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ S1 ആൻഡ് S2 എന്നാണ് ചോദിച്ചത് അല്ലേ? അപ്പോൾ ഫസ്റ്റത്തെ ശ്രദ്ധിക്കുക, ഫസ്റ്റത്തെ സ്ഫിയർ ഇതാ, ഇത് S1 അല്ലേ? ഈ S1ൻ്റെ റേഡിയസ് ആണ് R1, പക്ഷെ അതിൻ്റെ ഉള്ളിലുള്ള ചാർജ് എത്രയാണ് വരുന്നത്? Q അല്ലേ? ഈ S2 എന്ന് പറയുന്നത് വലിയ സ്ഫിയറാണ് അല്ലേ? ഈ S2ൻ്റെ ഉള്ളിൽ ആരൊക്കെ വരുന്നുണ്ട്? ഈ 2Q, ഇവിടെ 2Q വരുന്നുണ്ട്, പിന്നെ S1 S2ൻ്റെ ഉള്ളിലല്ല, അപ്പോൾ ഇവിടെ Q അതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ ടോട്ടൽ ചാർജ് അപ്പോൾ എത്രയാണ് വരുന്നത്? ഇവിടെ 2Q പ്ലസ് Q അല്ലേ? അപ്പോൾ 3Q ആണ് ഇവിടുത്തെ ടോട്ടൽ ചാർജ്. ക്ലിയർ ആയോ? അപ്പോൾ വേണമെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്താ എഴുതാം? 3Q എന്ന് എഴുതാം അല്ലേ? ഇനി Φ1 എന്താ വരിക? ഫ്ലക്സ് ത്രൂ S1 അല്ലേ? എന്താ വരിക? അപ്ലൈയിങ് ഗോസസ് തിയറം 1/ε0 ടൈംസ് ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ ക്ലോസ്ഡ് സർഫേസ് അല്ലേ? അപ്പോൾ ഇവിടെ എന്താ വരിക? 1/ε0 Q. അത് ഇക്വേഷൻ 1 എന്ന് എടുക്കുക. അതുപോലെ തന്നെ Φ2 എന്താ വരിക? 1/ε0 ദ നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് ബൈ ദി സർഫേസ്. അത് എത്രയാണ് വരുന്നത്? 3Q. ക്ലിയർ ആയോ? അത് ഇക്വേഷൻ 2. അപ്പം Φ1/Φ2 എന്ന് പറയുന്നത് റേഷ്യോ എന്താ വരിക? 1/ε0 Q ഡിവൈഡഡ് ബൈ 1/ε0 3Q അല്ലേ? ഈ 1/ε0 1/ε0 കട്ട് ചെയ്യുക. അപ്പോൾ റേഷ്യോ എന്താ വരിക? 1/3. Therefore Φ1 ഈസ് Φ2 എന്ത് വരും? 1:3. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. How will the electric flux through the sphere S1 change if a medium of dielectric constant K is introduced in the space inside S1 in place of air? അതായത് ഈ ഫസ്റ്റ് സ്ഫിയറിൻ്റെ ഉള്ളിൽ ഇതാ ഒരു ഡൈഇലക്ട്രിക് സർഫേസ് വെച്ചിട്ടുണ്ട് അല്ലേ? അതിൻ്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K ആയിട്ടുള്ള ഒരു സർഫേസ്, ഒരു ഡൈഇലക്ട്രിക് സബ്സ്റ്റൻസ് അവിടെ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പം ഇലക്ട്രിക് ഫീൽഡ് എന്തായാലും ചേഞ്ച് ചെയ്യും. ഫൈൻ്റെ ഇക്വേഷൻ എന്താ ശരിക്കും വരുന്നത്? E ഡോട്ട് എസ് അല്ലേ? ഇവിടെ നോക്ക്, ഇലക്ട്രിക് ഫീൽഡ് ചാർജ് ഇവിടെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? റേഡിയലി ഔട്ട്വേർഡ് ഡയറക്ഷനിലായിരിക്കും അല്ലേ? നമ്മൾ ഏരിയയും എന്താണ് എടുക്കുന്നത്? ഇവിടെ ഒരു ചെറിയ ഏരിയ എടുക്കുകയാണെങ്കിൽ അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും ഒരേ ഡയറക്ഷനിലായിരിക്കും. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് എങ്ങനെ എഴുതാം? ഇംപ്ലൈസ് Φ = ES cos 0 എന്ന് എഴുതാം. അപ്പോൾ സിംപ്ലി Φ എന്ന് പറയുന്നത് എന്താ വരിക? ES വരും. ക്ലിയർ ആയോ? ഇനി ഒരു ഇലക്ട്രിക് ഫീൽഡ് വെച്ച് ഇതിൻ്റെ ഇക്വേഷൻ എന്താ വരിക? 1/4πε0 Q ഡിവൈഡഡ് ബൈ R² അല്ലേ? ഇനി ഒരു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വെച്ച് കഴിഞ്ഞാൽ പുതിയ ഒരു ഇലക്ട്രിക് ഫീൽഡാണ് വരിക. അതെന്താ വരിക? 1/4πε0 R അല്ലേ? Q ഡിവൈഡഡ് ബൈ R² അല്ലേ? ഇവിടെ വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് R1 എഴുതാം, കാരണം റേഡിയസ് ഫസ്റ്റ് സ്ഫിയറിൻ്റെ R1 ആണല്ലോ. ഈ എപ്സിലോൺ R ആണ് എന്ത് വരുന്നത്? ഈ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഈ K വരുന്നത്. അപ്പോൾ E' എന്തായി വരും? E' is equal to 1/4πε0 in K Q ഡിവൈഡഡ് ബൈ R1². അതായത് 1/K പുറത്തെടുത്താൽ ഇൻറ്റു 1/4πε0 Q ഡിവൈഡഡ് ബൈ R². ഇങ്ങനെയല്ലേ വരിക? അപ്പം E' എന്ത് വരും?
1/k into E. ക്ലിയർ ആയോ? അപ്പോൾ ഇത് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി പുതിയ ഫ്ലക്സ് എന്താ വരിക? 5' E' cos 0, അതായത് E', അതായത് എന്താ വരിക? എന്താ വരിക? E/k. അപ്പോൾ E/k S എന്ന് വരും, അതായത് ES/k. ES എന്ന് പറയുന്നത് എന്താ? 5 അല്ലേ? therefore 5' എന്ന് പറയുന്നത് 5/k. അപ്പോൾ 1/k ഫാക്ടർ ആയിട്ട് അത് കുറയും. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. തേർഡ് സബ് ക്വസ്റ്റ്യൻ. നോക്ക്. അതായത് ഹൗ വിൽ ദ ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ സ്ഫിയർ S1 ചേഞ്ച്? ഈ S1 ചേഞ്ച് ഇഫ് എ മീഡിയം ഓഫ് ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് K is introduced in the space inside S2 in place of air. അതായത് ഈ റീജിയൻ ഉണ്ടല്ലോ, ഈ റീജിയനിൽ നമ്മൾ ഒരു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ S1-ലുള്ളത് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു? ശ്രദ്ധിക്ക്, S1-ന് എന്തില്ല? ഇലക്ട്രിക് ഫീൽഡ് ഒന്നും S1-ൻ്റെ ഉള്ളിലെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഒന്നും ഇൻസേർട്ട് ചെയ്യുന്നില്ല. അപ്പം അതിൻ്റെ ഉള്ളിൽ എന്ത് ചേഞ്ച് ചെയ്യുന്നില്ല? ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പം S2-ൻ്റെ ഈ സ്പേസിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻസേർട്ട് ചെയ്തത് കൊണ്ട് ഈ S1 എന്ന സ്ഫിയറിന് എന്ത് വരില്ല? ദർ ഈസ് നോ ചേഞ്ച്. ക്ലിയർ ആയോ? ഏത് സർഫേസ് ആണോ അതിൻ്റെ ഉള്ളിൽ വെക്കണം ഇലക്ട്രിക് ഫീൽഡ്, അപ്പോൾ എന്താവുള്ളൂ? ചേഞ്ച് ചെയ്യും. S2 എന്തായാലും ചേഞ്ച് ചെയ്യും. S2-ൻ്റെതാണ് എന്ത് വരിക? 5/k വരും. പക്ഷേ S1-ൻ്റെ എന്താവില്ല? ചേഞ്ച് ചെയ്യില്ല. മനസ്സിലായോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇവിടെ ശ്രദ്ധിക്കേ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇവിടെ വായിച്ചു നോക്ക്. An electric field is uniform and is in the positive x direction for positive x and uniform with the same magnitude in the negative x direction for negative x axis. അതായത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എക്സ് ഗ്രേറ്റർ ദാൻ 0 ഇത് എക്സ് ലെസ് ദാൻ 0. ക്ലിയർ ആയോ? ഇതാണ് സിലിണ്ടർ. അതായത് നമ്മൾ പോസിറ്റീവ് ഹാഫിലേക്ക് പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് റൈറ്റ് ഡയറക്ഷനിലാണ്, അതായത് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് നെഗറ്റീവ് ഡയറക്ഷനിലാണ്, അതായത് നെഗറ്റീവ് എക്സ് ആക്സിസിൻ്റെ ഡയറക്ഷനിലാണെന്നാണ് പറയുന്നത്. ഇനി വായിച്ചു നോക്കി. എ റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഓഫ് 20 cm and radius 5 cm has its center at the origin and its axis along the x-axis so that one face is set x equal to plus 10 cm and the other is at x equal to minus 10 cm. അതായത് ഒറിജിനിലാണ് ആ നമ്മളൊരു സിലിണ്ടർ വെച്ച് ആ സിലിണ്ടറിൻ്റെ ആക്സിസ് എക്സ് ആക്സിസിലൂടെയാണെന്ന് അസ്യൂം ചെയ്യുക. അതിൻ്റെ സിലിണ്ടറിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ തന്നെയാണ് ഒറിജിൻ വരുന്നത് അല്ലേ? അപ്പോൾ പ്ലസ് 10 സെൻറ്റിമീറ്ററിൽ റൈറ്റ് ഫേസും മൈനസ് 10 സെൻറ്റിമീറ്ററിൽ ലെഫ്റ്റ് ഫേസുമാണ് ഇൻസേർട്ട്. അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ചോദിച്ചത് വാട്ട് ഈസ് ദ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ത്രൂ ഈച്ച് ഫേസ് അല്ലേ? അപ്പം ഞാനൊരു കാര്യം ചെയ്യും, ഇവിടെ കൂടെ പോകുന്ന ഫ്ലക്സ് 5/1 എടുത്ത് ഇതിലേക്കൂടെ പോകുന്ന ഫ്ലക്സ് 5/2 എടുത്ത്. ക്ലിയർ ആയോ? അപ്പോൾ 5/1-ൻ്റെ ഫോമിൽ എന്താ? 5/1 ഈസ് ഈക്വൽ ടു E.S. ക്ലിയർ ആയോ? E.S എന്ന് പറഞ്ഞാൽ ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് എസ് ഒരേ ഡയറക്ഷനിലല്ലേ? അപ്പം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ES cos 0, അതായത് ES എന്ന് വരും. ക്ലിയർ ആയില്ലേ? ഇനി എന്ന് പറയുന്നത് എത്രയാണ് തന്നത്? 200. മാഗ്നിറ്റ്യൂഡ് നോക്ക്, 200 അല്ലേ? എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് 200 ആണ്, 200 Nm/Coulomb അല്ലേ? ഏരിയ എത്രയാണ് തന്നത്? എസ് നമുക്ക് തന്നിട്ടില്ല, കാരണം
സിലിണ്ടറിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ എസ് എത്രയാണ് വരിക? നമ്മൾ πr² എന്നുള്ള ഫോമുല അപ്ലൈ ചെയ്യണം. അപ്പോൾ പൈ ഇൻറ്റു ആർ എത്രയാണ് വരുന്നത്? ആറ് തന്നിട്ടുള്ളത് ഇവിടെ ആറ് തന്നത് എത്രയാണ്? 5 സെൻറ്റിമീറ്ററാണ്. 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 5 ഇൻറ്റു 10⁻⁻2 മീറ്റർ. അപ്പം 5 ഇൻറ്റു 10⁻⁻2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു പൈ ഇൻറ്റു ഇത് എത്രയാണ് വരിക? 25 ഇൻറ്റു 10⁻⁻4. അപ്പം എന്താ വരിക? 25 പൈ ഇൻറ്റു 10⁻⁻4 മീറ്റർ സ്ക്വയർ. ക്ലിയർ ആയോ? ഇതാണ് എസ് വരുന്നത്. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 200 ഇൻറ്റു 25 പൈ ഇൻറ്റു 10⁻⁻4 അങ്ങനെയുള്ള ആൻസർ വരിക അല്ലേ? ഈ 200 അപ്പോൾ അതായത് ഈ 100 നിന്നും പോകുമ്പോൾ എന്താ വരിക? 2 ഇൻറ്റു 25 പൈ ഇൻറ്റു എന്ത് എഴുതുക? 10⁻⁻2 എന്ന് എഴുതാം. ഈ രണ്ട് സീറോവും ഇത് കട്ടാവും. ക്ലിയർ ആയോ? അതായത് ഇങ്ങനെ എഴുതുക 10 സ്ക്വയർ 100ന് 10 സ്ക്വയർ ഇൻറ്റു എന്തുണ്ടാവും? ഒരു 10⁻⁻4 ഉണ്ടാവും. ഇത് അപ്പോൾ 10⁻⁻2 ആവും. 2ൻ്റെ അപ്പോൾ എത്ര? 50 പൈ ഇൻറ്റു 10⁻⁻2 അല്ലേ? എന്താ 10⁻⁻2 ന്യൂട്ടൺ കുളുംബ് ഇൻവേഴ്സ് മീറ്റർ സ്ക്വയർ അല്ലേ? 50 പൈ എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? 50 ഇൻറ്റു 3.14 ഇൻറ്റു 10⁻⁻2 ന്യൂട്ടൺ കുളുംബ് ഇൻവേഴ്സ് മീറ്റർ സ്ക്വയർ അല്ലേ? അതായത് 5 ഇൻറ്റു 31.4 എന്ന് എഴുതി കൂടെ? ന്യൂട്ടൺ കുളുംബ് ഇൻവേഴ്സ് മീറ്റർ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റു ഇവിടെ 10⁻⁻2 ഉണ്ട്. 5 ഇൻറ്റു 4 എത്ര വരെ? 22 അല്ലേ? 7 15 അല്ലേ? അപ്പോൾ എത്രയാണ് വരിക? 1.57 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കുളുംബ് ഇൻവേഴ്സ്. ക്ലിയർ ആയോ? ഇതാണ് ഫ്ലക്സ് 5 മനസ്സിലായില്ലേ? ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറഞ്ഞാൽ 5-2 ഒരു വ്യത്യാസം ഉണ്ടാവില്ല. 5-2 എന്താ വരുന്നത്? ES cos 0 തന്നെയാണ് അല്ലേ? cos 0 ഡിഗ്രി. അപ്പം അതിൻ്റെ വാല്യൂ എത്ര തന്നെയാണ് വരിക? 1.57 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കുളുംബ് ഇൻവേഴ്സ് അല്ലേ? അപ്പം നെറ്റ് ഫ്ലക്സ് എന്താ വരിക? 5-1 പ്ലസ് 5-2. ക്ലിയർ ആയോ? അതായത് ഇതിൻ്റെ ഈ സൈഡിലേക്കും ഇവിടെയാണ് ഇപ്പോൾ ചാർജ് ഉള്ളതെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സൈഡിലേക്കും ഫ്ലക്സ് പോകുന്നു. അപ്പോൾ രണ്ട് ഫ്ലക്സും കൂടി ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ എത്രയാണ് വരിക? 1.57 പ്ലസ് 1.57 അല്ലേ? എത്രയാണ് വരിക? 3.14 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കുളുംബ് ഇൻവേഴ്സ്. ക്ലിയർ ആയോ? അതാണ് നെറ്റ് ഫ്ലക്സ് ത്രൂ ലൈറ്റ്. അതായത് ഇത് ഒന്നും കൂടി സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ വാട്ട് ഈസ് ദ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ത്രൂ ഈച്ച് ഫേസ് എത്രയാണ്? 1.57 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പ്ലസ് മീറ്റർ സ്ക്വയർ കുളുംബ് ഇൻവേഴ്സ്. വാട്ട് ഈസ് ദ ഫ്ലക്സ് ത്രൂ ദ സൈഡ് ഓഫ് ദ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറഞ്ഞാൽ ഇതിലെ ഫ്ലക്സ് ഉണ്ടാവും. ഇതാണ് എത്ര വരുന്നത്? 5-1 ആണ് എത്ര വരുന്നത്? 1.57. ഇതും എന്താ വരിക? 5-2 എന്താ വരിക? 1.57. അതായത് ഈ ഫേസിൽ നിന്നും എന്തുണ്ടാവും? ഫ്ലക്സ് ഉണ്ടാവും. വേറൊരു ഫേസും കൂടി ഇല്ല. ഈ തേർഡ് ഫേസ് അവിടെ എന്താണെന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏരിയ ഇലക്ട്രിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ. കണ്ടോ? ഈ കേസ് ഏരിയ ഈസ് പെർപെൻഡിക്കുലർ ടു ഇലക്ട്രിക് ഫീൽഡ്. അപ്പം കോസ് തീറ്റ എന്താ? cos 90 0. അപ്പം അതിലേ ഉണ്ടാവില്ല. അപ്പം നെറ്റ് ഫ്ലക്സ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് എന്ത് വരിക? 3.14 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കുളുംബ് ഇൻവേഴ്സ്. ക്ലിയർ ആയോ? What is the flux through the side of the cylinder? അല്ലേ? അതായത് ഇത് ചോദിച്ചത് സൈഡ് ഓഫ് ദ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ ഈ ഫേസ് ഞാൻ ഇപ്പോൾ തേർഡ് മാർക്ക് ചെയ്തില്ലേ? അപ്പോൾ ആ ഫേസിലൂടെ എന്തുണ്ടാവില്ല? 0. അപ്പോൾ ഇവിടെ ഇതിനാണ് എന്ത് വരിക? 1.57
ഇവിടെ എന്താ വരിക 0, ഇതാണ് എന്ത് വരിക 3.14. ക്ലിയർ ആയോ? കൺഫ്യൂഷൻ ആയി പോകരുത് കേട്ടോ. ദ ഫ്ലക്സ് ത്രൂ ദ സൈഡ് ഓഫ് ദ സിലിണ്ടർ മീൻസ് ദ ലാറ്ററൽ സൈഡാണ്. അപ്പോൾ അതിൽ എന്തുണ്ടാവില്ല? 0 ഉണ്ടാവും. അതിലെ ഫ്ലക്സ് ഉണ്ടാവില്ല, അപ്പോൾ 0 ആയി. വാട്ട് ഈസ് ദ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ത്രൂ? അത് 3.14. ക്ലിയർ ആയോ? ഇനി വാട്ട് ഈസ് ദ നെറ്റ് ചാർജ് ഇൻസൈഡ് ദ സിലിണ്ടർ അല്ലേ? അതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ഗോസസ് ലോ അപ്ലൈ ചെയ്യണം അല്ലേ? അതായത് ഫൈ എന്ന് പറയുന്നത് എന്താ വരിക? 1/ε0 ക്യൂ നെറ്റ് ചാർജ് ക്യൂ. ക്യൂ എന്ന് പറയുന്നത് എന്താ വരിക? നെറ്റ് ചാർജ് ഇൻസൈഡ് ദ സിലിണ്ടർ. സിലിണ്ടറിൻ്റെ ഉള്ളിൽ നെറ്റ് ചാർജ് ആണ് എന്ത്? ക്യൂ. അപ്പം ക്യൂ എന്ന് പറയുന്നത് എന്ത് വരും? ε0 ഫൈ എന്ന് വരും. എപ്സിലോൺ സീറോൻ്റെ വാല്യൂ എത്രയാണ്? 8.85 ഇൻറ്റു 10⁻⁻12 ഇൻറ്റു 5. നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയത്? എത്രയാണ് നെറ്റ് ഫ്ലക്സ്? എത്രയാണ് വരുന്നത്? 3.14. ക്ലിയർ ആയോ? ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് എത്രയാണ് കിട്ടുക? ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും. സിംപ്ലിസിറ്റി നിങ്ങൾക്ക് ശരിക്കും അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യുക. പക്ഷെ നിങ്ങളിപ്പോൾ ഞാൻ ഒരു ആപ്പ് നിങ്ങൾക്ക് തന്നിട്ടില്ല, ഒരു കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ ആപ്പ്. അതിലൊന്ന് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് വെരിഫൈ ചെയ്ത് നോക്ക്. ആദ്യം നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തോ, അതിന് ശേഷം ഒന്ന് വെരിഫൈ ചെയ്തു അല്ലേ, എത്രയാണ് കിട്ടുന്നത് നോക്ക്. എത്ര കിട്ടുന്നത്? ഏകദേശം എത്രയാണ് വരിക? 2.78 ഇൻറ്റു 10⁻⁻11 കൂളുമ്പ് അല്ലേ? ചാർജിൻ്റെ യൂണിറ്റ് എന്താ വരിക? കൂളുമ്പ് അല്ലേ? അതായത് ഏകദേശം 2.78 ഇൻറ്റു 10⁻⁻11 കൂളുമ്പ് ആ സിലിണ്ടറിൻ്റെ ഉള്ളിലുണ്ടാവും. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് നോക്ക്. യു ആർ ഗിവൺ എ ചാർജ് പ്ലസ് ക്യൂ അറ്റ് ദ ഒറിജിൻ അല്ലേ? ഇവിടെ ഒരു ചാർജ് ഉണ്ട് പ്ലസ് ക്യൂ അല്ലേ? അറ്റ് ദ ഒറിജിൻ. കൺസിഡർ എ സ്ഫിയർ എസ് വിത്ത് സെൻറ്റർ 2,0. ഈ സ്ഫിയർ കണ്ടോ? ഈ സ്ഫിയർ എത്രയാണ്? 2,0,0 ആണ് അതിൻ്റെ സെൻറ്റർ. റേഡിയസ് എത്രയാണ് തന്നിട്ടുള്ളത്? റേഡിയസ് √2 എന്നാണ് തന്നിട്ടിരിക്കുന്നത്. റേഡിയസ് √2. കൺസിഡർ അനദർ സ്ഫിയർ ഓഫ് റേഡിയസ് √2. അത് അടുത്ത സ്ഫിയർ എന്താണ്? കോൺഗ്രന്റ് സ്ഫിയർ ആണ്, ഒരേപോലത്തെ അല്ല. അതിൻ്റെ റേഡിയസും എന്താ വരുന്നത്? √2. കൺസിഡർ ദ സ്ഫെറിക്കൽ ക്യാപ്സ് PSQ. കണ്ടോതാ PSQ, ദാ ഈ PSQ. പിന്നെ PRQ, ദാ PRQ. and PWQ, the PWQ അല്ലേ? with normals outward to the respective spheres and for the flat circle PTP. കണ്ടോ? ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടില്ല, അതാ ഡോട്ടഡ് ലൈൻ PTQ. അത് വേണമെങ്കിൽ ഒരു ഇൻഫിനിറ്റ് റേഡിയസ് ഉള്ള സർക്കിൾ ആയിട്ടും കൺസിഡർ ചെയ്യാം, വലിയ സർക്കിൾ അല്ലേ? അപ്പോൾ PTQ വിത്ത് നോർമൽ അലോങ് ദ X ആക്സിസ് അല്ലേ? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ സൈൻ ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ ഈച്ച് ഫേസ് ഫ്രം 1 to 4 അല്ലേ? അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഫസ്റ്റ് ഫേസ് വരയ്ക്കാം. ഇതാണ് എന്ത് വരുന്നത്? PSQ. ക്ലിയർ ആയോ? ഈ സർഫേസിൽ പെർപെൻഡിക്കുലർ ആയിട്ട് പുറമേക്കല്ല ഇലക്ട്രിക് ഫീൽഡ് വരേണ്ടത്. അപ്പം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും അല്ലേ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് അല്ലേ? അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫ്ലക്സ് എന്തായിരിക്കും അല്ലേ? ഇവിടുത്തത് എന്തായിരിക്കും വരിക? നെഗറ്റീവ് ആയിരിക്കും വരിക. ക്ലിയർ ആയോ?
ഇനി അടുത്ത ഫേസ് നോക്ക്, പി ആർ ക്യൂ. പി ആർ ക്യൂ അല്ലേ? ഇവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാ? എപ്പോഴും സർഫേസിന്റെ ഔട്ട്സൈഡിലേക്കാണ് കേട്ടോ എന്തുണ്ടാവുക, ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടാവുക. അപ്പം ഇവിടെ നോക്ക്, പോസിറ്റീവ് എക്സ് ആക്സിസിന്റെ അതേ ഡയറക്ഷനിലല്ലേ ഫ്ലക്സ്. അപ്പൊ ഇവിടെ എന്താ വരിക? പോസിറ്റീവാണ് ഫ്ലക്സ് വരിക. ക്ലിയറാ? പി ഡബ്ല്യു ക്യൂ എന്ന് പറഞ്ഞാലും എന്താ വരിക? പി ഡബ്ല്യു ക്യൂ. പി ഡബ്ല്യു ക്യൂ അല്ലേ? ഇവിടെ എന്താ വരിക? ഫ്ലക്സിന്റെ ഡയറക്ഷൻ ഇങ്ങനെ റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. അല്ലേ? അപ്പൊ ഇവിടെ എന്താ വരിക? പോസിറ്റീവാണ് വരിക. ഇനി ഫ്ലാറ്റ് സർഫേസോ ഡോട്ടഡ് ലൈനോ, അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിൽ തന്നെയാണ് വരിക അല്ലേ? അപ്പൊ അവിടെ എന്താ വരിക? പോസിറ്റീവ്. അപ്പോൾ ഫസ്റ്റ് പി എസ് ക്യൂന് മാത്രമേ എന്തുണ്ടാവുള്ളൂ? നെഗറ്റീവ് ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ സർഫേസിനും എന്തായിരിക്കും? അത് പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ ആയോ ഫ്ലക്സിന്റെ ഡയറക്ഷൻ? ഇനി വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ഫ്ലക്സസ് ത്രൂ 1 to 4? അതായത് ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഞാൻ ആ സർഫേസ് വരച്ച്, ആ 3 സർഫേസ് വരയ്ക്കാം. ഒന്ന് ഇങ്ങനെ, പിന്നെ ഇതാ, ഡോട്ടഡ് ലൈൻ. ശ്രദ്ധിക്കുക, ഈ സർഫേസ് ആണ് പി എസ് ക്യൂ, ഇതാണ് ടി, ഇതാണ് ആറ് അല്ലേ? പിന്നെ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാലല്ലേ എന്ത് വരിക? ഇത് ആറ്, പി, ഇവിടെ ഡബ്ല്യു. ക്ലിയർ ആയില്ലേ? ഇവിടെ ഒറിജിൻ, ഇതാണ് ഒറിജിൻ എന്ന് വിചാരിച്ചോ. നമ്മളെ പോയിന്റ് എസ്, ഈ ഒറിജിൻ, അതായത് കോർഡിനേറ്റ് 0 0 0 ആയിട്ടുള്ള അല്ലെ? ഇവിടെയല്ലേ ചാർജ് ക്യൂ ഉള്ളത്. ഇനി ഈ ചാർജ് ഇങ്ങനെയല്ലേ ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടാക്കുന്നത്. അല്ലേ? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറഞ്ഞാൽ 3 സർഫേസിലൂടെയും ഒരേ ഫ്ലക്സ് ആണ് പോകുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫ്ലക്സസ് എന്തായിരിക്കും വരിക? സെയിം ആയിരിക്കും. ക്ലിയർ ആയോ? അതായത് ഇവിടുന്ന് ഇപ്പം ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ എല്ലാ സർഫേസിലൂടെയും ഒരേ ഫ്ലക്സ് ആണ് പോകുന്നത്. അല്ലേ? അപ്പം എന്താവില്ല, എല്ലാ സർഫേസിലൂടെയുള്ള ഫ്ലക്സ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഫ്ലക്സ് ത്രൂ ദ സർഫേസ് 2. സർഫേസ് 2 മീൻസ് പി ആർ ക്യൂ. ഈ പി ആർ ക്യൂയിലൂടെയുള്ള സർഫേസിൻ്റെ ഏരിയ, അതിൻ്റെ ഏരിയ ഏതെന്ന് തന്നിട്ട് ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ? അപ്പം നോക്കാം അല്ലേ? പി ആർ ക്യൂയിലുള്ള ഫ്ലക്സ് അപ്പം ഇങ്ങനെയല്ലേ പോകുന്നത്. അല്ലേ? അപ്പം ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ എന്താ വരുന്നത്? ഫൈ ഈക്വൽ ടു ഇ ഡോട്ട് എസ് അല്ലേ?
ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ ഏരിയ എടുത്ത് വിചാരിച്ചോ, ഷെയ്ഡഡ് റീജിയൻ അല്ലേ, അതായിക്കോട്ടെ. അപ്പോൾ ഇതിലേ പോകുന്ന D5 എന്തായിരിക്കും? ചെറിയ ഫ്ലക്സ് D5 എന്ന് പറയുന്നത് എന്തായിരിക്കും? E.ds ആയിരിക്കും അല്ലേ. അപ്പം നമ്മൾ അത് നോക്ക്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡും DS-ഉം DS-ൻ്റെ ഡയറക്ഷൻ DS-ൻ്റെ ഡയറക്ഷനാണ് കേട്ടോ അത് അല്ലേ. ഇലക്ട്രിക് ഫീൽഡും DS-ഉം ഒരേ ഡയറക്ഷനിലാണ്. അപ്പം എന്ത് ചെയ്താൽ നമുക്ക് D5 ഈക്വൽ ടു EDS cos 0, അതായത് EDS എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻ്റഗ്രൽ EDS. ക്ലിയർ ആയോ? ഈ കോൺസ്റ്റൻ്റാണ്. ഈ സെൻറ്ററിൽ നിന്ന് ഇവിടെയാണ് കേട്ടോ ചാർജ് ഉള്ളത് Q. സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എപ്പോഴും എന്താ വരിക? കോൺസ്റ്റൻ്റാണ് വരുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഇൻ്റഗ്രൽ DS എന്ന് എഴുതാം അല്ലേ. ഇൻ്റഗ്രൽ DS തന്നെ ഈ PRQൻ്റെ ഏരിയ A ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻ്റഗ്രൽ DS എന്താണ്? ഈക്വൽ ടു A. അപ്പോൾ ഈ A എന്ന് എഴുതാം. ഇനി ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താ വരിക? 1/4πε0 Q ഡിവൈഡഡ് ബൈ R² ഇൻറ്റു A അല്ലേ. 1/4πε0 എന്ത് എഴുതാം? 9 × 10⁻⁹ ഇൻറ്റു Q ഡിവൈഡഡ് ബൈ R² എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേഡിയസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? √2. R ഈക്വൽ ടു എത്രയാണെന്ന്? √2 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ √2² ഇൻറ്റു A വിച്ച് ഈസ് ഈക്വൽ ടു എന്താ വരിക? ഈ √2² 2ഉം 9ഉം ക്യാൻസൽ ചെയ്താൽ 4.5 എന്ന് വരും. ഇൻറ്റു 10⁻⁹ QA അല്ലേ. ന്യൂട്ടൺ കുളുംബ് ഇൻവേഴ്സ് മീറ്റർ സ്ക്വയർ. ഇത്രയാണ് ഇലക്ട്രിക് ഫീൽഡ് വരിക. ഇത് നോക്ക്, ഇതിപ്പോൾ എന്താ വരിക? 9 × 10⁻⁹ ഇൻറ്റു QA ബൈ എന്ത് വരും? 2 അല്ലേ വരിക. ഈ 2 ഇതും കട്ട് ചെയ്താൽ 4.5 കിട്ടും. അങ്ങനെയാണ് ഇത് ആൻസർ കിട്ടുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇതൊരു ക്ലോസ്ഡ് സർഫേസ് അല്ലേ. ഇൻ ദ ഫിഗർ ഷോസ് 5 charged lumps of plastic and an electrically neutral coin അല്ലേ. ദ ക്രോസ് സെക്ഷൻ ഓഫ് ദ ഗോസിയൻ സർഫേസ് എസ് ഈസ് ഇൻഡിക്കേറ്റഡ്. കണ്ടോ, ഇങ്ങനെയാണ് ഗോസിയൻ സർഫേസ് വന്നത്. വാട്ട് ഈസ് ദ നെറ്റ് ഫ്ലക്സ് ത്രൂ ദ സർഫേസ്? അപ്പം നെറ്റ് ചാർജ് നിങ്ങൾ കണ്ടുപിടിക്കണം. എന്താ വരിക? നെറ്റ് ചാർജിനെ ഞാൻ Q നെറ്റ് എന്ന് എഴുതി. ഇൻസൈഡ് ദ സർഫേസ് അല്ലേ. എന്താ വരിക? Q നെറ്റ് എത്രയാണ് വരിക? is equal to Q1 plus Q2 plus Q3 അല്ലേ. അത്രയേ വരുള്ളൂ. കാരണം Q4ഉം Q5ഉം ആ സർഫേസിൻ്റെ ഔട്ട്സൈഡാണ്. ഇനി Q1ൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്ക്. Q1 3 നാനോ കുളുംബ. അപ്പോൾ 3 × 10⁻⁻9 കുളുംബ്. ഈ Q2 എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ്. അപ്പം നിങ്ങൾ എന്തെടുക്കണം? -5.9 × 10⁻⁻9 കുളുംബ് അല്ലേ. ഈ Q3യും നെഗറ്റീവാണ്. അപ്പം എന്ത് വരും? +-3.1 × 10⁻⁻9 കുളുംബ് അല്ലേ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? 3 - 5.9 -3.1 × 10⁻⁻9 കൂളുംബ് വരും. ക്ലിയർ ആയോ? അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് വരിക? ഇത്രയും ഇത് നിൽക്കട്ടെ. അപ്പം സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് എത്രയാണ് വരിക? ഇത് ചെയ്ത് കഴിഞ്ഞാൽ 2.9 അല്ലേ. -3.1 × 10⁻⁻9 കൂളുംബ് അല്ലേ.
ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ -6 × 10⁻⁻⁹ കൂടും. ഇതാണ് നെറ്റ് ചാർജ് വരിക അല്ലേ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഗോസസ് തിയറം അപ്ലൈ ചെയ്യുക. ഗോസസ് തിയറം എന്താ വരിക? phi = 1/ε0 the net charge enclosed by the surface is equal to 1/8.85 × 10⁻⁻12 into Q net എത്രയാ? -6 × 10⁻⁻9 കൂടും അല്ലേ. സോൾവ് ചെയ്താൽ കിട്ടുക എത്രയാ? ഏകദേശം 666.7 മൈനസ് ഉണ്ടാവും കേട്ടോ. 666.67 ന്യൂട്ടൺ കുളും ഇൻവേഴ്സ് മീറ്റർ സ്ക്വയർ. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇവിടെ 3 പാർട്ടിക്കിൾസ് ഉണ്ട്. ശ്രദ്ധിക്കുക. ഏതാ? 1, 2, 3. ഇവർ ഡീവിയേറ്റ് ചെയ്തത് കണ്ടോ? രണ്ട് ഡയറക്ഷൻ. 1ഉം 2ഉം ടുവേർഡ്സ് ദ പോസിറ്റീവ് സൈഡാണ്. ഈ 3 ഡീവിയേറ്റ് ചെയ്തത് നെഗറ്റീവ് സൈഡ് ഓഫ് ദ പ്ലേറ്റ് ആണ്. അപ്പം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഈ 1ഉം 2ഉം എന്തായിരിക്കും? പോസിറ്റീവിൻ്റെ അടുത്തേക്ക് ഡീവിയേറ്റ് ചെയ്യണമെങ്കിൽ ആ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇനി 3 എന്തായിരിക്കും? പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇനി നമുക്ക് ഇതിൽ നിന്നൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കണം, എങ്ങനെയാണ് ഇത് ഡീവിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. ശ്രദ്ധിക്കും. അതിനായിട്ട് ഞാൻ 2 പാരലൽ പ്ലേറ്റ് എടുക്കുകയാണ് കേട്ടോ. ഇതവിടെ 2 പ്ലേറ്റ് എടുത്ത് ഒന്നിൻ്റെ ചാർജ് മുകളിൽ പ്ലസ് ചാർജ്, താഴത്തുള്ള ചാർജാണ് എന്ത് വരുന്നത്? നെഗറ്റീവ് ചാർജ്. ക്ലിയർ ആയോ? അപ്പം ഒബ്വിയസ്ലി ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിൽ ഉണ്ടാവും. പോസിറ്റീവ് നിന്ന് നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ക്ലിയർ ആയോ? അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇ ആണെന്ന് വിചാരിച്ചോ. അപ്പം നിങ്ങൾ ഒരു ക്യൂ ചാർജിനെ ഇവിടുന്ന് ഒരു വി വെലോസിറ്റിയിൽ കടത്തി വിട്ടെന്ന് വിചാരിക്കുക. ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് കടത്തി വിട്ടത്. നമ്മളെ ഇലക്ട്രിക് ഫീൽഡ് എന്താണുള്ളത്? വേർട്ടിക്കലി ഡൗൺവേർഡ് ഡയറക്ഷനാണ് അല്ലേ. അപ്പം ഇത് ഏത് പാത്തിൽ ട്രാവൽ ചെയ്യും? ഇത് സ്ട്രെയിറ്റ് ആയിട്ടല്ല പോവുക, അതിനെപ്പോഴും എന്താ ഒരു ഡീവിയേഷൻ ഉണ്ടാവും അല്ലേ. ഡീവിയേഷൻ, അതായത് ശരിക്കും ഇങ്ങനെയായിരുന്നു പോവേണ്ടിയിരുന്നത്. ഈ ഡയറക്ഷനിലാണ് പോകേണ്ടിയിരുന്നത്. പക്ഷെ അതിനൊരു ഡീവിയേഷൻ ഉണ്ടായത് കണ്ടോ അല്ലേ. ആ ഡീവിയേഷൻ ഉള്ളത് എന്തുകൊണ്ടാണ്? ഈ ഡീവിയേഷൻ ഡി നേടുത്ത് ഡീവിയേഷൻ ഡി ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടാണ്. ക്ലിയർ ആയോ? അതിനുള്ളൊരു എക്സ്പ്രഷനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ സപ്പോസ് പോസിറ്റീവ് ചാർജ്, ശ്രദ്ധിക്കുക. ഇതിപ്പോൾ ഞാൻ ഒന്ന് ഇതിൻ്റെ എല്ലാ അറേഞ്ച്മെൻ്റൊക്കെ ഒന്ന് മാറ്റി വരിക. കാരണം ക്യൂ ഒരു പോസിറ്റീവ് ചാർജ് ആയിക്കോട്ടെ. ശ്രദ്ധിക്കുക, ഞാൻ ഇവിടെ പ്ലസ് ചാർജ് കൊടുത്ത്, ഇത് നെഗറ്റീവ് ചാർജ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ് പോകും, മുകളിലേക്കല്ലേ വരിക അല്ലേ. അപ്പോൾ ഇപ്പോൾ കറക്റ്റായി നോക്ക്. ക്യൂ എന്താ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ കമ്പോണൻറ്റോട് ക്യൂ അത് സ്ട്രെയിറ്റ് പോകേണ്ടിയിരുന്നത് ഒരു ഡീവിയേഷൻ ഉണ്ടായി. ഇതിനുള്ളൊരു എക്സ്പ്രഷനാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നോക്ക്, ലെറ്റ് ക്യൂ ബി ദ ചാർജ് projected horizontally with velocity v വെലോസിറ്റിയിൽ ഞാൻ ഹൊറിസോണ്ടൽ ആയിട്ട് ആ പാർട്ടിക്കിളിനെ പ്രൊജക്റ്റ് ചെയ്ത് വിചാരിച്ചോ.
അപ്പം ഫോഴ്സ് ഓൺ ദ ചാർജ് എത്രയാണ് വരിക? ഫോഴ്സ് ഓൺ ദ ചാർജ് എഫ് എന്ന് പറയുന്നത് എന്താ വരിക? എഫ് ഈക്വൽ ടു എന്താ നമ്മളെ ഇക്വേഷൻ? ക്യു ഇ അല്ലേ വരിക? എഫ് ഈക്വൽ ടു ക്യു ഇ. അതായത് ഫോഴ്സ് ഓൺ ദ ചാർജ് ആണ് ക്യു ഇ. ബട്ട് എഫ് ഈക്വൽ ടു എന്താ അറിയാം നിങ്ങൾക്ക്? എം എ. എന്താണത്? ന്യൂട്ടൺ സെക്കൻഡ് ലോ. ന്യൂട്ടൺ സെക്കൻഡ് ലോ അല്ലേ? ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ക്യു ഇ ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ എം എ ഈക്വൽ ടു ക്യു ഇ. ക്ലിയർ ആയോ? ഇംപ്ലൈസ് ആക്സലറേഷൻ എന്ത് വരും? ക്യു ഇ ബൈ എം എന്ന് വരില്ലേ? അല്ലേ? അപ്പം ഓൾവേസ് ഈ ചാർജിന് എപ്പോഴും ഇപ്പോൾ ക്യൂ ആണ് ചാർജ് എങ്കിൽ അതിന് ഓൾവേസ് ഈ ഡയറക്ഷനിൽ എന്തുണ്ടാവും? ഒരു ആക്സിലറേഷൻ ഉണ്ടാവും അല്ലേ? അപ്പം ഇത് ഡിസ്പ്ലേസ്മെന്റ് അല്ലേ ഡി? അപ്പം നമ്മൾ ഇക്വേഷൻ എന്താ വരിക? എസ് ഈക്വൽ ടു ഇക്വേഷൻ 1 എടുത്ത് എസ് ഈക്വൽ ടു എന്ത് വരും? V0 t പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ശ്രദ്ധിക്കണം, ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് വെലോസിറ്റി. വേർട്ടിക്കൽ ഡയറക്ഷനിൽ ഇനീഷ്യൽ വെലോസിറ്റി എന്തായിരിക്കും വരിക? വേർട്ടിക്കൽ ഡയറക്ഷനിൽ ഇനീഷ്യൽ വെലോസിറ്റി ഉണ്ടാവില്ല. ഹൊറിസോണ്ടലിയാണ് നിങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നത്. ദെർഫോർ V0 എന്താ വരിക? 0. അപ്പോൾ എസ് എന്ന് പറയുന്നത് ഇവിടെ എന്താ വരിക? ഡി. ഡി ഈക്വൽ ടു എന്തൊരു? ഹാഫ് എ ടി സ്ക്വയർ. ഇംപ്ലൈസ് ഡി ഈക്വൽ ടു 1/2. എ എന്ന് പറയുന്നത് എന്താ വരിക? ക്യു ഇ ബൈ എം ടി സ്ക്വയർ. ക്ലിയർ ആയോ? അതായത് ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഡി ഈക്വൽ ടു എന്ത് വരും? 1/2 ഇ ക്യൂ ബൈ എം ടി സ്ക്വയർ എന്ന് കിട്ടിയില്ലേ? ക്വസ്റ്റ്യൻ 1. ക്വസ്റ്റ്യൻ 1 അല്ല, ഒരു ബോക്സിലാക്കി വെക്കുക അല്ലേ? അപ്പോൾ ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനാണ് എന്ത് വരിക? ഹാഫ് ഇ ക്യൂ ബൈ എം ടി സ്ക്വയർ. ഇതിൽ നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ട് കണ്ടില്ലേ? ഡി പ്രപ്പോർഷണൽ ടു എന്താ വരിക? ക്യൂ ബൈ എം അല്ലേ? അപ്പോൾ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് എന്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും? ചാർജ് ടു മാസ് റേഷ്യോ. ചാർജ് ടു മാസ് റേഷ്യോ. ക്ലിയർ ആയോ? അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് റിസൾട്ടാണ്. ചാർജ് ടു മാസ് റേഷ്യോ അല്ലേ? അപ്പം ഈ ശ്രദ്ധിക്ക്, ഈ 2 എന്ന് പറഞ്ഞ പാർട്ടിക്കിൾ കണ്ടില്ലേ? 2. ആ 2ന് എന്താ? ചാർജ് ടു മാസ് റേഷ്യോ കുറവായിരിക്കും. 2ഉം 1ഉം എന്താണ്? 1ഉം നെഗറ്റീവാണ്, 2 എന്താണ്? നെഗറ്റീവാണ്. കാരണം അതെന്താ? പോസിറ്റീവ് പ്ലേറ്റിൻ്റെ ഡയറക്ഷനിലാണ് പോകുന്നത്. പക്ഷെ 2 ഡിഫ്ലക്ഷൻ കുറവല്ലേ? അതുകൊണ്ട് ഓവറായിട്ട് എന്താവും പോകുന്നില്ല, വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നില്ല. അപ്പം 2ന് എന്തായിരിക്കും? ചാർജ് ടു മാസ് റേഷ്യോ ക്യൂ ബൈ എം എന്തായിരിക്കും? കുറവായിരിക്കും. പക്ഷെ 1ന് എന്തായിരിക്കും? ചാർജ് ടു മാസ് റേഷ്യോ ഈ 2നെ അപേക്ഷിച്ചിട്ട് കൂടുതലായിരിക്കും. ക്ലിയർ ആയോ? 3നായിരിക്കും ഏറ്റവും മാക്സിമം ചാർജ് ടു മാസ് റേഷ്യോ ഉണ്ടാവുക. കാരണം എന്താ? മാക്സിമം എന്തായത്? ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ മീൻ ലൈൻ എടുക്കുകയാണെങ്കിൽ കണ്ടോ, 2 ഇത്രയും ഡിഫ്ലക്ട് ചെയ്തിട്ടുള്ളൂ, 1 ഇതാ ഇത്രയും അല്ലെ? 3 ആണ് നോക്ക്, മാക്സിമം ഇത്രയും ഡിഫ്ലക്ട് ചെയ്യുന്നുണ്ട് 3. അപ്പോൾ ചാർജ് ടു മാസ് റേഷ്യോ ഏറ്റവും കൂടുതൽ എന്തായിരിക്കും വരിക? 3നായിരിക്കും വരിക. ക്ലിയർ ആയോ? ഇനി വേറൊരു റിസൾട്ടും കൂടി നോക്ക്. ഇപ്പം നോക്ക്, ഈ ഒരു പ്ലേറ്റിൻ്റെ ലെങ്ത്ത് എല്ലാണ് വിചാരിച്ചോ അല്ലേ? ടി എന്ന് പറയുന്നത് ശരിക്കും ഇവിടുന്ന് ഇവിടം വരെ എത്താനുള്ള ടൈമാണ്. അതായത് ഈ പാർട്ടിക്കിൾ ഇവിടുന്ന് ഈ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ള സമയം തന്നെയല്ലേ ടി. അപ്പം നിങ്ങൾക്ക് വെലോസിറ്റി ഈക്വൽ ടു എന്ത് എഴുതുക? ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് എഴുതുക അല്ലേ? കാരണം ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ആക്സലറേഷൻ ഇല്ല. അപ്പോൾ ടി ഈക്വൽ ടു എന്ത് വരും? L/v. ക്ലിയർ ആയോ? ഈ സാധനം ഒന്ന് നമ്മളെ ഇപ്പം കണ്ടുപിടിച്ച ടി ഈക്വൽ ടു L/v എന്ന് ഈ ലാസ്റ്റ് ഇക്വേഷനിൽ, ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷനിൽ കൊടുത്തു നോക്ക്. അപ്പോൾ ഡി എന്ത് വരും?
d equal to 1/2 E d equal to 1/2 E q by m into എന്താ വരിക ഇതെന്താ വരിക L/V ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ ഡിഫ്ലക്ഷൻ D ഈസ് ഈക്വൽ ടു 1/2 E QL² by MV². ഇങ്ങനെയൊരു ഇക്വേഷൻ കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ ചാർജ് ടു മാസ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കയ്യിൽ നിന്ന് ഉണ്ടാക്കിക്കൂടെ? ഇപ്പം നോക്ക്, ചാർജ് ടു മാസ് റേഷ്യോ തന്നെ Q/M അല്ലേ. Q/M ഈസ് ഈക്വൽ ടു എന്ത് വരും? 2V². ഈ 2V² കൊണ്ട് 2V² D ഡിവൈഡഡ് ബൈ എന്ത് വരും? EL². ക്ലിയർ ആയോ? 2V² D by EL². അപ്പോൾ അതാണ് ചാർജ് ടു മാസ് റേഷ്യോ അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ വെലോസിറ്റി അറിയാം, അതിൻ്റെ ഡിഫ്ലക്ഷൻ മാത്രം അറിഞ്ഞാൽ മതി. വെലോസിറ്റിയും ഇലക്ട്രിക് ഫീൽഡും ലെങ്ത്തും ഒക്കെ നമ്മൾ എടുക്കുന്നതാണ്. ആ ഡിഫ്ലക്ഷൻ മാത്രം അറിയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചാർജ് ടു മാസ് റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആയോ? ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേ. കണ്ടോ, എ പോസിറ്റീവ് പോയിന്റ് ചാർജ് പ്ലസ് Q ഈസ് കെപ്റ്റ് ഇൻ ദ വിസിനിറ്റി ഓഫ് എൻ അൺചാർജ്ഡ് കണ്ടക്ടിംഗ് പ്ലേറ്റ്. സ്കെച്ച് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒറിജിനേറ്റിംഗ് ഫ്രം ദ പോയിന്റ് ചാർജ് ഓൺ ടു ദ സർഫേസ് ഓഫ് ദ പ്ലേറ്റ്. അതായത് ഒരു പ്ലേറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പം അതിൽ അതിൻ്റെ മുകളിലായിട്ട് എന്തുണ്ട്? ഒരു പോസിറ്റീവ് ചാർജ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്ലേറ്റിലേക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണെന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഓൾവേസ് എമേർജ് ഫ്രം ദ പോയിന്റ് ചാർജ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. അപ്പോൾ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. പിന്നെ എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഈസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ സർഫേസ് ഓഫ് ദ കണ്ടക്ടർ. അപ്പോൾ ഈ സർഫേസിന് എപ്പോഴും എന്തായിരിക്കണം? പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പോൾ അത് അങ്ങനെ തന്നെ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിട്ടുണ്ട്. ഇപ്പോൾ പ്ലേറ്റ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും എല്ലാ പോയിന്റിലും എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിട്ടാണ് വരിക. ക്ലിയർ ആയോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഡ്രോ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ടു റെപ്രസെന്റ് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ ആയോ? പിന്നെ ഇത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത രണ്ട് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. ഇതൊക്കെ നോക്ക്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. കാരണം ഇവിടെ കണ്ട ഇതൊക്കെ എന്തായിരിക്കും? ഇവിടെ +Q ചാർജ് വെച്ചാൽ കണ്ടോ പ്ലേറ്റിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. +Q അതിനെ കൊണ്ട് എമേർജ് ചെയ്യണം. -Qയിലേക്ക് എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വന്ന് ചേരുക. അപ്പോൾ ഇൻ ടു ദ ചാർജ് ആണ്. പിന്നെ കണ്ടോ ഈ രണ്ട് പ്ലേറ്റിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. കണ്ടില്ലേ? എല്ലാ പോയിന്റിലും എന്താണ്? 90 ആണ്. ക്ലിയർ ആയോ? അവിടെയൊക്കെ 90 ആണ്. അപ്പോൾ ഇത് ഇവിടെ ചാർജ് വരുന്നതിനെ കൊണ്ട് ഇവിടെ +Q അതിനെ കൊണ്ട് ഈ പ്ലേറ്റിൻ്റെ ചാർജ് എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. തൊട്ടുപുറത്ത് എന്തായിരിക്കും? പ്ലസ്സും ആയിരിക്കും. നേരത്തെ കേസിൽ ഇപ്പം ഇവിടെ +Q ചാർജ് ആണെങ്കിൽ ഈ പ്ലേറ്റിൻ്റെ ചാർജ് എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. ക്ലിയർ ആയോ? ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുക. ഒബ്റ്റെയിൻ ദ ഫോർമുല ഫോർ ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ long thin wire of uniform linear charge density lambda without using Gauss's law. ഈ സാധനം ഞാൻ എന്താ പറഞ്ഞാൽ അടുത്ത ചാപ്റ്ററിൽ നമ്മൾ 4th ചാപ്റ്ററിൽ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഒരു ഇൻ്റഗ്രേഷനെ പറ്റിയിട്ടൊന്ന് പറയാനുണ്ട്. ആ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതൊരു എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും പിന്നെ അടുത്ത് വന്നിട്ടുള്ള ഞാൻ നോട്ട്സിൽ വന്നിട്ടുള്ള 3 ക്വസ്റ്റ്യനും. ഒരു സർക്കുലർ ലൂപ്പും ഉണ്ടാവും. പിന്നെ ഒരു സെമി സർക്കുലർ ട്രജക്ടറിയിലുള്ള സെമി സർക്കുലർ ആർക്കിലുള്ള ഒരു
കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനും ഉണ്ടാവും. അത് മൂന്നും നമുക്ക് 4th ചാപ്റ്റർ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. കാരണം ഇൻ്റഗ്രേഷൻ അറിയണം. ഇൻ്റഗ്രേഷൻ അറിയാണ്ട് ഇതിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, നിങ്ങൾക്ക് മനസ്സിലാവില്ല. ക്ലിയർ ആയോ? അപ്പോൾ ഇത്രയാണ് നമ്മളെ ആ ഫസ്റ്റ് ചാപ്റ്റർ ഉള്ളത്. അഡീഷണൽ ക്വസ്റ്റ്യൻസും ഉണ്ടാവും. ഇനി ഇതിൻ്റെ ഒരു 3 ടെസ്റ്റ് നമുക്ക് നടത്തണം.